എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു വലിയ ശാസ്ത്രത്തെ പറ്റിയാണ്. വാസ്തുശാസ്ത്രം, അതിൻ്റെ ഒരു ശാഖയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഈ ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത് ജാതി മതത്തിൻ്റെ വർണ്ണം ചാർത്താൻ ശ്രമിക്കും. ഇതെല്ലാം ഹിന്ദു മതത്തിന് ചേർന്നതാണ്, മറ്റുള്ള ആൾക്കാരെല്ലാം ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മളുടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. വാസ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഭൂമിശാസ്ത്രം എന്നാണ്. ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങൾക്കും പ്രത്യേകിച്ച് മനുഷ്യകുലത്തിനും ഉപയോഗപ്രദമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരാശിക്കും ഈ ശാസ്ത്രങ്ങളെല്ലാം നന്നായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ഫലം അടയാൻ സാധിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൽ ഏത് തരം മരങ്ങൾ ഉപയോഗിക്കാം, ആ മരങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാവും എന്നതിനെ പറ്റിയാണ്. പൊതുവായി വീട് വയ്ക്കുമ്പോൾ മരങ്ങൾ ഉപയോഗിക്കാതെ നമുക്ക് വീട് പണിയാൻ സാധ്യമല്ല. വളരെ മനോഹരമായ വീട് വയ്ക്കണമെങ്കിൽ അതിന് മരങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ്. കട്ടിളപ്പടി, ജന്നൽ, സീലിംഗ്, കതവ്, കൈപ്പിടി എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മരങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഇക്കാലത്തെ വീടിൻ്റെ മനോഹാരിത തന്നെ നമ്മൾ അതിലുപയോഗിക്കുന്ന മരങ്ങൾ തന്നെയാണെന്നുള്ളത് ഒരു വലിയ സത്യമാണ്. ഇങ്ങനെ വീട് വയ്ക്കാൻ വേണ്ടി മരങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മരങ്ങളുടെ ക്വാളിറ്റി നോക്കണം, കാലം നോക്കണം, അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി നോക്കണം. ഇതെല്ലാം നമ്മൾ സാധാരണ രീതിയിൽ നോക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത വേറെ ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. മരങ്ങൾ 3 വകയിലുണ്ട്. ഒന്ന് ആൺമരം, രണ്ടാമത് പെൺമരം, മൂന്നാമത് ആണും പെണ്ണുമല്ലാത്ത അലിമരം, ശിഖണ്ഡി മരം എന്നൊക്കെ പറയും. കാടുകളിലോ വീടുകളിലോ വളർന്നു നിൽക്കുന്ന മരങ്ങൾ നോക്കിയാൽ, വലുതായിട്ട് വളർന്ന് തടിച്ചു നിൽക്കുന്ന മരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. താഴെ നിന്ന് മുകളിലോട്ട് മണ്ട വരെ ഒരേ കനത്തിൽ തന്നെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു വളവോ തിരുവോ ഒരു കൊമ്പോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. ഒരു കൊടിമരം പോലെ അതിങ്ങനെ മുകളിലോട്ട് വളർന്നു നിൽക്കും. അത്തരം മരങ്ങളാണ് ആൺമരങ്ങൾ. അതുപോലെ താഴ്വശം വളരെ ഘനമായിട്ടും മുകളിലോട്ട് പോകുന്തോറും കനം കുറഞ്ഞു പോകുന്ന വലിയ ഉയരത്തിൽ വളരുന്ന മരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം മരങ്ങളാണ് പെൺമരങ്ങൾ. ഇതിൽ രണ്ടിലും ചേരാതെ വളഞ്ഞു പുളഞ്ഞ് കനം കൂടിയും കുറഞ്ഞും വളർന്നു നിൽക്കുന്ന മരങ്ങളുണ്ട്. അതാണ് അലിമരങ്ങൾ, ശിഖണ്ഡി മരങ്ങൾ, അല്ലെങ്കിൽ ആണും പെണ്ണും അല്ലാത്ത മരങ്ങൾ എന്നർത്ഥം. വീടുകൾക്ക് തൂണുകൾ, കട്ടിളപ്പടി എന്നിവയ്ക്ക് ആൺമരങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. പഴയ കാലത്തെ ഒരുപാട് വീടുകളിൽ ഉത്തരം വയ്ക്കുന്നതിനും മറ്റും പെൺമരങ്ങളാണ് അധികമായി ഉപയോഗിച്ചതെന്നും ശാസ്ത്രം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾക്ക് അലിമരങ്ങൾ ഉപയോഗിക്കാമെങ്കിലും ചില സാഹചര്യങ്ങളിൽ അത് മാറ്റി നിർത്തുന്നതും കണ്ടിട്ടുണ്ട്. പൊതുവായിട്ടൊരു വീട് വയ്ക്കുമ്പോൾ തേക്ക് മരം അധികമായിട്ട് ഉപയോഗിച്ചാൽ, തേക്ക് മരം കൊണ്ട് മാത്രം വീടുകൾ നിർമ്മിച്ചാൽ, എന്നുവെച്ചാൽ മരങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് തേക്കുമരം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനുള്ളിൽ താമസിക്കുന്നവർക്ക് അധികാരം ചെയ്യാനുള്ള പദവികൾ കിട്ടും. ആ പദവികൾ മൂലം അവർ ഒരുപാട് ആഡംബരമായ ജീവിതങ്ങൾ നയിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാങ്ങാമരം അധികം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, മാങ്ങാമരം അധികം ഉപയോഗിച്ചാൽ ആ വീട്ടിൽ ജീവിക്കുന്നവർക്ക് ദൈവീക കടാക്ഷം അധികം കിട്ടുമെന്നുള്ളതും ശാസ്ത്രം പറയുന്നു. വേപ്പുമരം ഉപയോഗിച്ച് വീട് പണിയുന്നവർക്ക് അറിവ് വർദ്ധിക്കും. പല വിധത്തിലുള്ള കലാപരമായിട്ടുള്ള കഴിവുകളും ഉണ്ടാകും. അതിൽ നിന്ന് അവർക്ക് സന്തോഷവും ഉണ്ടാകും. ഇലുപ്പമരം ഉപയോഗിച്ച് വീട് പണിഞ്ഞാൽ അതിൽ ജീവിക്കുന്ന ആളുകൾക്ക് തൊഴിൽ വ്യാപാരം മെച്ചപ്പെട്ട് ലാഭം കൂടി അവർക്ക് അത്ഭുതകരമായ ഒരു ജീവിതമുണ്ടാകും. ഈ വ്യാപാരികൾ, തൊഴിലാളികളെല്ലാം ഇലുപ്പമരം ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് ശാസ്ത്രം പറയുന്നത്. വേങ്ങമരം ഉപയോഗിച്ച് വീട് പണിഞ്ഞാൽ കൃഷിക്കാർക്ക് ഉത്തമം. അതുമൂലം വരുമാനം കൂടി വരികയും ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വീട് പണിയുമ്പോൾ, അതും ഇപ്പോഴുള്ള മോഡൽ വീടുകൾ പണിയുമ്പോൾ, ഏതെങ്കിലും ഒരു തരം മരം ഉപയോഗിക്കുന്നതായിരിക്കും അത്യുത്തമം. പലതരത്തിലുള്ള മരങ്ങൾ ഉപയോഗിച്ച് വീട് പണിയരുത്. ഇത് മാത്രമല്ല, വീട് പണിക്ക് ഉപയോഗിച്ചുകൂടാത്ത മരങ്ങൾ ഒരുപാടുണ്ടെന്ന് ശാസ്ത്രം പറയുന്നു. അതും ഒന്ന് നോക്കാം. അരയാൽ, പേരാൽ, അത്തിമരം, നാവൽ മരം,
നെല്ലിക്കാമരം, പുളിമരം, പനമരം, ഇളന്തമരം, കാഞ്ഞിരമരം, പൂവരസ് മരം, ചീലാന്തി എന്ന് പറയുമല്ലോ, ഇങ്ങനെയുള്ള കുറേ മരങ്ങൾ വീട് പണിയാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം മരങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ വീട് പണിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരം അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഓരോ ഉരുപ്പടി ആക്കിയാലും അത് പച്ചയായിട്ടിരിക്കുമ്പോഴും അതിനകത്ത് നിന്ന് പല വിധത്തിലുള്ള രാസവസ്തുക്കൾ അത് ഗന്ധമായി പുറപ്പെടുവിക്കാറുണ്ട്. ഇത്തരം ഗന്ധങ്ങൾ നമ്മളുടെ വീട്ടിൽ ഇടവിടാതെ ഉത്ഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുകയും നമുക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനാലാണ് ഇത്തരം മരങ്ങൾ വീട് പണിയുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതൊരു ശാസ്ത്രമാണ്. പക്ഷേ ആ കാലത്തിലുള്ളവർ ഇതിന് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. എല്ലാ മരങ്ങൾക്കും ഓരോ ഗന്ധമുണ്ട്. മനുഷ്യന് പ്രയോജനപ്രദമായതും ഉപദ്രവപ്രദമായതുമായിട്ടുള്ള ഗന്ധങ്ങളുണ്ട്. അത് തരംതിരിച്ച് കണ്ടുപിടിച്ചാണ് ഈ ശാസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദേവദാരു എന്ന് പറയുന്ന മരം നിങ്ങൾ പല പാട്ടിലും കേട്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ദേവദാരു എന്ന്. അപ്പോൾ ദേവദാരു എന്ന് പറയുന്ന ഒരു മരമുണ്ട്. അത് വളരെ നല്ല മണമുള്ള വാസനയുള്ള മരമാണ്. അത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ഒരു ചെറിയ ഒരു പീസ്, ഒരു ഇഞ്ച് മരമായാലും മതി, അത് നമ്മുടെ വീട്ടിൽ വെച്ചതിന് ശേഷം എപ്പോഴെങ്കിലും അതിൻ്റെ നഖം കൊണ്ട് അതിനകത്തൊന്ന് പോറിയാൽ അതിൽ നിന്നും വരുന്ന വാസന അത്രയ്ക്കും അധികമായിരിക്കും. ഇതുപോലെ മുരിങ്ങമരത്തിൽ നിന്നും മനുഷ്യൻ്റെ തലച്ചോറിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുതരം ഗന്ധം എപ്പോഴും അത് പുറപ്പെടുവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മുരിങ്ങമരം നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ വെക്കാൻ പാടില്ലെന്നും പറയാറുണ്ട്. ഇങ്ങനെ മരങ്ങളിൽ നിന്നും നമുക്ക് വരുന്ന പ്രയോജനപ്രദമല്ലാത്ത ഗന്ധം നമ്മൾ ശ്വസിക്കുകയും നമ്മൾ വീട്ടിനുള്ളിൽ അസ്വസ്ഥതയായിട്ട് സമാധാനമില്ലാതെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ശാസ്ത്രം ഉണ്ടാക്കിയത്. അതുമാത്രമല്ല, വീട് വയ്ക്കുമ്പോൾ അതിനു മുന്നിൽ വളർത്താൻ പാടില്ലാത്ത കുറേ മരങ്ങളുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. സെൺപകം, പരുത്തി, പുളി, നെല്ലിക്ക, എരുക്ക്, അകത്തി, പനമരം, മുരിങ്ങമരം ഇതൊന്നും വീട്ടിൻ്റെ മുന്നിൽ വളർത്താൻ പാടില്ല. അതിനൊക്കെ ഞാൻ ഈ മുമ്പേ പറഞ്ഞതിനൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്. ഇത്തരം മരങ്ങൾ നിങ്ങൾ വീടിന് മുന്നിൽ വളർത്തിയാൽ വീട്ടിലുള്ളവർക്ക് മനസമാധാനം നഷ്ടപ്പെടുകയും വഴക്കുകളും വാഗ്വാദങ്ങളും ഉണ്ടാവുകയും ആ വീട് തന്നെ വിറ്റിട്ടോ അവിടെ നിന്ന് മാറിപ്പോവുകയോ ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന് ദോഷം വരാതെ മനുഷ്യൻ ജീവിക്കണം, മനുഷ്യൻ സമാധാനവും സന്തോഷത്തോടും കൂടി ജീവിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളുടെ മുന്നോറുകൾ എഴുതി വെച്ചതാണ്. ലളിതമായി പറഞ്ഞാൽ, വാസ്തുശാസ്ത്രത്തിനെ ലളിതമായി പറഞ്ഞാൽ, വാസ്തുശാസ്ത്രം എന്നത് നിങ്ങളുടെ വീട്ടിൽ കാറ്റ് വന്ന് കയറി ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യവും സൂര്യപ്രകാശം ദിവസവും വീട്ടിനകത്തും പുറത്തും വരികയും സൂര്യപ്രകാശം പതിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള സാഹചര്യങ്ങളും ജലം നിങ്ങൾക്കൊരു തടസ്സവുമില്ലാതെ കിട്ടുന്നതിനും നിങ്ങളുടെ ആവശ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള സാഹചര്യവും നിങ്ങളുടെ വീട്ടിനുള്ളിൽ ദുർഗന്ധങ്ങൾ വരാതിരിക്കാനും മനുഷ്യൻ്റെ മനസ്സിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിലുള്ള ദുർഗന്ധങ്ങൾ വരാതിരിക്കാനും, അങ്ങനെ ദുർഗന്ധങ്ങൾ വന്നാൽ തന്നെ അത് നിങ്ങൾ അറിയാതെ തന്നെ അത് വീട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്യാനും ഉള്ള രീതിയിൽ വീട് പണിയുന്നതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓലച്ചുവടി.